അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സീക്കൻ ഫംഗ്ഷൻ്റെ ഇൻവേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. അതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ അതിൻ്റെ ഗ്രാഫ് സീക്ക് എക്സിൻ്റെയും സീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെയും ഗ്രാഫാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സീക്ക് എന്നുള്ള ഫംഗ്ഷൻ സീക്കൻ്റ് എന്നുള്ള ഫംഗ്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടായിരുന്നു? r minus set x such that x equal to 2n plus 1 into pi by 2 where n belongs to z ടു എവിടേക്കായിരുന്നു? r -1 ഇതായിരുന്നു സീക്ക് എന്നുള്ള ഫംഗ്ഷൻ്റെ ഡൊമൈനും റേഞ്ചും. ഇവിടെ ഡൊമൈൻ എന്താണ്? ആറ് മൊത്തത്തിൽ എടുക്കുന്നില്ല. അതിൽ നിന്ന് ആറിൽ റിയൽ നമ്പേഴ്സ് എന്നുള്ള സെറ്റിൽ മൊത്തം സീക്ക് ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണോ? അല്ല. 2n+1 π/2 എന്ന് പറഞ്ഞാൽ എന്താ? 2n+1 പറഞ്ഞാൽ ഓഡ് നമ്പേഴ്സാണ്. അപ്പോൾ ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് π/2 ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് π/2ൽ സീക്ക് എന്നുള്ള ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണോ? ഡിഫൈൻഡ് അല്ല. അതുകൊണ്ടാണ് നമ്മൾ ആ മൈനസ് ചെയ്ത പോയിന്റ് ഡൊമൈൻ ആക്കി എടുത്തത്. എന്തുകൊണ്ടാണ് ഡിഫൈൻഡ് അല്ലാത്തത്? സീക്ക് എക്സ് എങ്ങനെ കാണുക? സീക്ക് എക്സ് 1/cos x ആണ് അല്ലേ? 1/cos x ആണ്. കോസ് π/2 കോസ് 3π/2 അങ്ങനെ ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് π/2 എടുക്കുന്ന സമയത്ത് കോസ് എന്താ വരിക? കോസ് 2n+1 π/2 എന്താ വരിക? കോസ് π/2 എന്താ? 0 ആണ് അല്ലേ? π/2ൻ്റെ മൾട്ടിപ്പിൾസിൽ ഓഡ് മൾട്ടിപ്പിൾസിലൊക്കെ കോസ് എന്താണ്? 0 ആണ്. അപ്പോൾ 1/0 എന്ന് വന്നു കഴിഞ്ഞാൽ ഡിഫൈൻഡ് ആണോ? അല്ല. അതുകൊണ്ട് സീക്ക് എന്നുള്ള ഫംഗ്ഷൻ എവിടെ ഡിഫൈൻഡ് അല്ല? ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് π/2. അതുകൊണ്ടാണ് ഡൊമൈൻ എടുത്തപ്പോൾ റിയൽ നമ്പേഴ്സിന് അത് നമ്മൾ മൈനസ് ചെയ്തത്. അപ്പോൾ ഇതാണ് സീക്കിൻ്റെ ഡൊമൈനും റേഞ്ചും. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് വരയ്ക്കണം? സീക്ക് എക്സ് y സീക്ക് എക്സ് എന്നുള്ള ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരയ്ക്കണം. y സീക്ക് എക്സ് എന്നുള്ള ഫംഗ്ഷൻ്റെ ഗ്രാഫ്. അപ്പോൾ എക്സ് ആക്സിസ് എക്സ് ഡാഷ് വൈ ഡാഷ്. അപ്പോൾ നമ്മൾ പോയിൻറ്റ്സ് എങ്ങനെയായിരുന്നു അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്? ഇത് 0 π/2 പൈ 3π/2 2π എക്സെട്ര അല്ലേ? അതുപോലെ ഇവിടെ -π/2 -π -3π/2 -2π എക്സെട്ര. ഇനി മുകളിലോട്ട് എന്തായിരുന്നു? 1 2 3 4 എക്സെട്ര -1 -2 -3 എക്സെട്ര. അപ്പോൾ ഇവിടെ π/2ൻ്റെ ഓഡ് മൾട്ടിപ്പിൾസിലൊന്നും സീക്ക് എന്നുള്ള ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല. അപ്പോൾ നമ്മൾ ഡിഫൈൻഡ് അല്ലാത്ത പോയിന്റ്സിൽ എങ്ങനെയാണ്? ഒരു ലൈൻ ഇട്ട് കൊടുത്തിരുന്നു. കൊസീക്കിൻ്റെ നമ്മൾ അങ്ങനെ വരച്ചത് ഓർക്കുന്നുണ്ടോ? അപ്പോൾ π/2ൻ്റെ മൾട്ടിപ്പിൾസിലൊക്കെ ഇങ്ങനെ നമ്മളൊരു ലൈൻ ഇട്ട് കൊടുത്തിരുന്നു. അതിന് അതെന്താ? ലൈനിൻ്റെ മീനിങ് എന്താണ്? സീക്ക് എന്നുള്ള ഫംഗ്ഷൻ ഓഫ് ഡിഫൈൻഡ് അല്ല എന്നാണ് മീനിങ്. അപ്പോൾ ഓഡ് മൾട്ടിപ്പിൾസ് പറഞ്ഞാൽ π/2 പിന്നെ 3π/2 പിന്നെ 5π/2 വരും. ഇങ്ങോട്ട് വരുമ്പോഴോ -π/2ൽ പിന്നെ -3π/2 ഓഡ് മൾട്ടിപ്പിൾസിൽ മാത്രമേ ഡിഫൈൻഡ് അല്ലാത്തത്. അപ്പോൾ അതിലപ്പോൾ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് വരുമോ? അതിൽ ടച്ച് ചെയ്യുമോ? ഇല്ല, ടച്ച് ചെയ്യില്ല. അപ്പോൾ ഇനി എങ്ങനെ വരയ്ക്കുക? വണ്ണിൽ എന്താണെന്ന് നോക്കാം. കോസ് 1 എന്തായാലും അല്ല, കോസ് 0 എന്താണ്? 0 എന്നുള്ള പോയിൻ്റാണ് അല്ലേ? കോസ് 0 എന്താ? 1 ആണ്. അപ്പോൾ 1/cos 0 ആണ് സീക്ക് 0 ആയിട്ട് വരിക. അപ്പോൾ 1/cos 0 1 ആണ്. അപ്പോൾ 1/1. അപ്പോൾ സീക്ക് 0യും 1 ആണ്. അപ്പോൾ 0 എടുക്കുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താ? 1 ആണ്. അതേപോലെ പൈ എടുക്കുമ്പോഴോ കോസ് പൈ എന്ന് പറയുന്നത് -1 ആണ്. അപ്പോൾ സീക്ക് പൈ എന്തായിരിക്കും? -1 ആയിരിക്കും. സീക്ക് പൈ എന്തായിരിക്കും? -1 ആയിരിക്കും. അതേപോലെ എല്ലാ പോയിന്റ്സും നമുക്ക് അറിയുന്നത് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്താ വരിക? പരബോള ആയിട്ടാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു പരബോള ആൾട്ടർനേറ്റീവായിട്ട് മുകളിലേക്കും താഴെയും നമ്മുടെ കൊസീക്ക് എക്സിൽ കിട്ടിയില്ലേ? അതേപോലെ തന്നെയാണ് ഇവിടെയും കിട്ടുക ആൾട്ടർനേറ്റീവായിട്ട്. ഇവിടെ ഇത്രയേ ഉള്ളൂ അല്ലേ? ഇതിൻ്റെ ബാക്കി ഇങ്ങോട്ട് വരയ്ക്കണം. പക്ഷെ 2π വരെ നമ്മൾ അടയാളപ്പെടുത്തിയോണ്ട് ഇത്ര വരച്ചാൽ മതി. അപ്പോൾ ഇനി ഇവിടെ ഇത് മുകളിലേക്കാണ്. അപ്പോൾ ഇവിടെ എന്താ ഇനി അടുത്തത് വരേണ്ടത്? അടുത്തത് നമ്മുടെ താഴത്തേക്കാണ് വരേണ്ടത് അല്ലേ? അപ്പോൾ ഇങ്ങനെ താഴത്തേക്ക് വരും. ഇനി അടുത്തത് ഇവിടെ വരയ്ക്കുമ്പോൾ എങ്ങനെയാണ് വരിക? ഇങ്ങനെ അല്ലേ? അപ്പോൾ ഇതിങ്ങനെ ആൾട്ടർനേറ്റീവായിട്ട് വരും. ഇതാണ് y സീക്ക് എക്സിൻ്റെ ഗ്രാഫ്. ഇനി നമുക്ക് y സീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ് വരയ്ക്കണം. സീക്ക് ഇൻവേഴ്സ് എക്സ് എവിടെ നിന്ന് എങ്ങോട്ടായിരുന്നു? സീക്ക് ഇൻവേഴ്സ് എന്നുള്ള ഫംഗ്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടായിരുന്നു?
അതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് മാത്രം എഴുതാം അല്ലെ. ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്, അതായത് ഡൊമൈൻ നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. അപ്പോൾ അതിലത്തെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഏതായിരുന്നു? ഒന്ന് മാത്രം എഴുതാം, പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് മാത്രം എഴുതാം. ആർ മൈനസ് ഇങ്ങനെയല്ല, ഇത് റേഞ്ചും ഇത് ഡൊമൈനും അല്ലേ, ഞാൻ എഴുതിയാൽ മിസ്റ്റേക്കായി. അപ്പോൾ ഡൊമൈൻ എന്തായിരുന്നു? -1 1 തൊട്ട് റേഞ്ചാണ് 0 പൈ അല്ലേ. റേഞ്ച് നമ്മൾ ഡൊമൈൻ റെസ്ട്രിക്റ്റ് ചെയ്യും. ഏതിൻ്റെ ഡൊമൈനാ? സീക്കിൻ്റെ ഡൊമൈൻ റെസ്ട്രിക്റ്റ് ചെയ്യും. ഇത് സീക്കിൻ്റെ ഡൊമൈനാണ്. അപ്പോൾ സീക്ക് ഇൻവേഴ്സ് എഴുതുമ്പോൾ അത് റേഞ്ച് ആയിട്ടാണ് വരിക. അപ്പോൾ എനിക്ക് മിസ്റ്റേക്ക് പറ്റിയതാണ്. അപ്പോൾ സീക്കിൻ്റെ ഡൊമൈനാണ് റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോൾ അത് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് സീക്ക് ഇൻവേഴ്സ് കിട്ടുന്നത്. സീക്ക് ഇൻവേഴ്സിൻ്റെ എന്തായിട്ട് അത് വരിക? റേഞ്ച് ആയിട്ടാണ് വരിക. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ എങ്ങനെ വരയ്ക്കുക? എക്സ് ആക്സിസും വൈ ആക്സിസും ഇത് y ഈക്വൽ ടു സീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫാണ്. അപ്പോൾ ഇവിടുത്തെ എക്സ് ആക്സിസിലുള്ളത് ഇവിടെ വൈ ആക്സിസിലാവും, ഇവിടുത്തെ വൈ ആക്സിസിലുള്ളത് ഇവിടുത്തെ എക്സ് ആക്സിസിലാവും അല്ലേ. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? ഇത് 0 π/2 π 3π/2 -π/2 -π -3π/2 1 2 3 4 -1 -2 -3 -4. ഇവിടെ ഡൊമൈൻ എന്താ? ആറിന്ന് r -1 1 ആണ് അല്ലേ. അപ്പോൾ -1 തൊട്ടിട്ട് 1 വരെ ഉള്ളത് വരുമോ? ഇല്ല. -1 തൊട്ടിട്ട് 1 വരെ ഉള്ളതിൽ സീക്ക് റിവേഴ്സ് എന്ന് പറയുന്നത് ഡിഫൈൻഡ് അല്ല. അപ്പോൾ ഈ പോയിന്റ്സിൽ വരില്ല. അപ്പോൾ പിന്നെ ഇവിടെ ഡോട്ടഡ് ലൈൻ വരച്ച പോലെ എവിടെയൊക്കെ വരയ്ക്കേണ്ടത്? സീക്ക് ഇൻവേഴ്സ് π/2, അതായത് റേഞ്ച് കിട്ടുമ്പോൾ നോക്കി നോക്കൂ. അതിനെന്താ? π/2 മൈനസ് ചെയ്യുന്ന പോയിന്റ് അല്ലേ. അപ്പോൾ π/2 അതിൽ പെടില്ല. അപ്പോൾ π/2ൻ്റെ അവിടെ നമ്മൾ വരച്ചു കൊടുക്കണം. പിന്നെ വേറെ നമ്മൾ കുറേ ഡൊമൈൻ റെസ്ട്രിക്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് -3π/2 എന്നൊക്കെ കിട്ടിയിരുന്നു. അപ്പോൾ π/2ൻ്റെ മൾട്ടിപ്പിൾസിൽ തന്നെ π/2ൻ്റെ മൾട്ടിപ്പിൾസിൽ നമ്മൾ എന്ത് ചെയ്യണം? വരച്ചു കൊടുക്കണം. അതിനർത്ഥം എന്താ? അവിടെ ഫങ്ഷൻ അവിടെ ഡിഫൈൻഡ് അല്ല. അപ്പോൾ നമ്മൾ ആ പോയിന്റ് അടയാളപ്പെടുത്തിയതാണ്. ഇനി ഇവിടെ എങ്ങനെ ഗ്രാഫ് വരിക? ഇവിടെ ഗ്രാഫ് ഇങ്ങനെയാണ് വരിക. ഇവിടെയും അൾട്ടർനേറ്റീവ് ആയിട്ട് തന്നെയാണ്. പിന്നെ ഒന്നിങ്ങനെ വന്നാൽ അടുത്തത് എങ്ങനെ വരണം? അടുത്തത് ഇങ്ങനെ. ഇനി അടുത്തത് എങ്ങനെ വരിക? അടുത്തത് ഇങ്ങനെ. അപ്പോൾ ഇനി അടുത്തത് ഇവിടെ ഇങ്ങനെ. അപ്പോൾ ഈ ഗ്രാഫ് സീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ് നമുക്ക് എങ്ങനെയാണ് കിട്ടുക എന്നാണ് പറയുന്നത്? ഒരു ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് ഗ്രാഫ് എങ്ങനെ കിട്ടുക എന്നാണ് പറയുന്നത്? ആ ഫംഗ്ഷനിൽ എങ്ങനെ വരയ്ക്കുമ്പോൾ y ഈക്വൽ ടു എക്സ് എന്നുള്ള ലൈൻ ഏതാ? y ഈക്വൽ ടു എക്സ് എന്നുള്ള ലൈനാണിത് അല്ലേ. y ഈക്വൽ ടു എക്സ് എന്നുള്ള ലൈനാണിത്. അപ്പോൾ അതിൽ നമ്മളൊരു മിറർ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റിഫ്ലക്ഷൻ എന്തായിരിക്കും? റിഫ്ലക്ഷൻ ഇമേജ് ആയിട്ടാണ് നമുക്ക് സീക്ക് ഇൻവേഴ്സിൻ്റെ ഗ്രാഫ് കിട്ടുകയെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ y ഈക്വൽ ടു എക്സിലൊരു മിറർ ഇമേജ് y ഈക്വൽ ടു എക്സിലൊരു മിറർ വെച്ച് കഴിഞ്ഞാൽ ഏത് ഗ്രാഫിൽ വെക്കണം? സീക്ക് എക്സിൻ്റെ ഗ്രാഫിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മിററിൽ കിട്ടുന്ന ഇമേജ് ഉണ്ടാവുമല്ലോ, റിഫ്ലക്റ്റ് ചെയ്ത് കിട്ടുന്ന ഇമേജ്. അതാണ് നമ്മുടെ സീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെ ഇമേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ സീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ് വരെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ടാനും കോട്ടും കൂടെ ഡിസ്കസ് ചെയ്യാനുണ്ട്.